വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ എന്തിനാണ് ധൃതി പിടിച്ച് ട്രംപ് പിടികൂടിയത്? മാത്രമല്ല, കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഭീഷണി ഉയർത്തുന്നത് എന്തുകൊണ്ട്? ഇതിനു പുറമെ ഇറാനെയും ട്രംപ് ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതേസമയം ഗസയുടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപും നെതന്യാഹുവും എന്തുകൊണ്ടാണ് എല്ലാ നിയമങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നത്? കാരണം ലളിതമാണ്. ഇരുവരും വലിയ ഭയത്തിന്റെ പിടിയിലാണ്. 2026 ഇടക്കാല തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചില്ലെങ്കിൽ തന്നെ ഡെമോക്രാറ്റുകൾ ഇംപീച്ച് ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിൽ നടന്ന റിപ്പബ്ലിക്കൻ എംപിമാരുടെ യോഗത്തിലാണ് ട്രംപ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. US പ്രതിനിധി സഭയിൽ നേരിയ ഭൂരിപക്ഷമാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളത്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ വീട്ടിൽ ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നതായുള്ള വെളിപ്പെടുത്തലുകൾ ട്രംപിന് വലിയ തലവേദനയാണ്. ജെഫ്രി എപ്സ്റ്റീന്റെ പേരിൽ പുറത്തുവന്ന ഇമെയിലുകളാണ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടത്. സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട കോടീശ്വരനാണ് ജെഫ്രി എപ്സ്റ്റീൻ. ട്രംപിന് എപ്സ്റ്റീന്റെ ലൈംഗിക പീഡനത്തെക്കുറിച്ചും പീഡനത്തിനിരയായ പെൺകുട്ടികളെക്കുറിച്ചും അറിയാമായിരുന്നുവെന്നും ഇമെയിലിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. പുറത്തുവന്ന ഇമെയിലുകൾ ട്രംപിനെതിരായ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നതെന്ന് ഡെമോക്രാറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ട്രംപിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ ഇലോൺ മസ്കും ആരോപിച്ചിരുന്നു. അഴിമതി കേസിൽ മാപ്പ് നൽകണമെന്നും കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കത്തയച്ചത് ഇക്കഴിഞ്ഞ നവംബറിലാണ്. തനിക്കെതിരെ ദീർഘകാലമായി നിലനിൽക്കുന്ന അഴിമതി ആരോപണം രാജ്യത്തെ ശിഥിലമാക്കുമെന്നും കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രസിഡന്റിന് മുന്നിൽ നെതന്യാഹു എത്തിയത്. കുറ്റം നിഷേധിക്കുന്ന നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റിന് കത്തയച്ചിരുന്നു. ഇരുവരും യുദ്ധക്കൊതിയന്മാരും ലോകത്തിന്റെ സാമാന്യ നീതി അംഗീകരിക്കാത്തവരുമാണെന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ ജനതയെ വേട്ടയാടുന്നതിലൂടെ തന്റെ അധികാരം നിലനിർത്തുക, കോടതി നടപടികളിൽ നിന്നും ഇളവ് ലഭിക്കുക എന്നത് മാത്രമാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്. ചുരുക്കത്തിൽ ട്രംപിനും നെതന്യാഹുവിനും നാളിതുവരെ ചെയ്തു കൂട്ടിയ അനീതികളെല്ലാം തിരിച്ചടിയാവുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴമൊഴിയാണ് ട്രംപിനും നെതന്യാഹുവിനും ചേർന്ന് നിൽക്കുക.